നമസ്കാരം. കോമ്പറ്റീറ്റീവ് ക്രാക്ക് സക്സസ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രേണുക ശിവകുമാറാണ്. അപ്പോൾ രേണുക ശിവകുമാർ കോട്ടയം ജില്ലയിലെ HSA സോഷ്യൽ സയൻസ് 11ാം റാങ്ക് നേടിയിരിക്കുകയാണ്. ഉടനെ തന്നെ സർവീസിലേക്ക് ജോയിൻ ചെയ്യുന്നു. അപ്പം നമുക്ക് രേണുകയിൽ നിന്ന് അറിയാം, രേണുകയുടെ പഠന സ്ട്രാറ്റജി എന്തായിരുന്നു, എളുപ്പമായിരുന്നോ ഈ ഒരു റാങ്കിലേക്കുള്ള യാത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് രേണുകയിൽ നിന്ന് തന്നെ അറിയാം. അപ്പോൾ ആദ്യം തന്നെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ സ്വന്തം രേണുകയെ. വെൽക്കം രേണുക. താങ്ക് യു മിസ്. രേണുക, ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടുത്തേക്കാം. പേര് രേണുക ശിവകുമാർ. കോട്ടയം ജില്ലയിലെ പാർത്തോട് എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എൻ്റെ വീട്ടില് പപ്പ, അമ്മ, ചേട്ടൻ, ഞാനും ഹസ്ബൻഡും കുഞ്ഞും ഇവിടെ ഈരാറ്റുപേട്ടയിലാണ് താമസം. പിന്നെ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് സെൻറ് ഡൊമിനിക്സ് കോളേജ് കാഞ്ഞിരപ്പള്ളി. പിന്നെ BEd കംപ്ലീറ്റ് ചെയ്തത് MG UCT കാഞ്ഞിരപ്പള്ളി. അത് 2012 ഞാൻ BEd കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം ഞാൻ വിജയവാഡയിലേക്ക് ടീച്ചറായിട്ട് ജോലിക്ക് പോയി. അതിനുശേഷം കോവിഡിന്റെ ടൈമിലാണ് പിന്നെ നാട്ടിലോട്ട് തിരിച്ചു വരുന്നത്. ഏത് വർഷം ഡിഗ്രി കഴിഞ്ഞ്? ഡിഗ്രി 2006 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. 2006 അല്ലേ? അപ്പൊ നല്ലൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഡിഗ്രിയും BEdും തമ്മിൽ. അപ്പം ഡിഗ്രി ചെയ്ത സമയത്തൊന്നും വലിയ പ്ലാൻ ഇല്ലായിരുന്നു BEd ചെയ്യണം എന്നോ അങ്ങനെ എന്തെങ്കിലും? ചെയ്ത ടൈമിലൊന്നും വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു. എങ്ങനെയെങ്കിലും ചെറിയ ഒരു ജോലി അങ്ങനെയൊക്കെ ആയിരുന്നു മനസ്സിൽ. പിന്നെ എപ്പോഴാണ് ഈ BEd എന്നൊരു ചിന്ത വന്നത്? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളാണ് പറഞ്ഞത് നമുക്ക് BEd ചെയ്യാന്ന്. അവളായിരുന്നു എന്റെ പ്രചോദനം. അങ്ങനെ അവളുടെ കൂട്ടത്തിലാണ് ഞാൻ BEd ചെയ്യാന്ന് തീരുമാനിച്ചത്. പെട്ടെന്നെടുത്തൊരു തീരുമാനമായിരുന്നു. ഓക്കെ. എപ്പോഴാണ് കേറ്ററ്റ് ക്ലിയർ ചെയ്തത്? കേട്ടിട്ട് ക്ലിയർ ചെയ്ത് ഞാൻ വിജയവാഡയിലായിരുന്ന ടൈമിലാണ്. ആ സമയത്താണ് ക്ലിയർ ചെയ്തത്. ഓക്കെ. കഴിഞ്ഞ HSTയിലും ഉണ്ടായിരുന്നു. എത്രാമത്തെ റാങ്ക് ആയിരുന്നു? 21. ഓക്കെ. പിന്നെ വീണ്ടും PSC പഠനം രണ്ടാമത് തുടങ്ങാനുള്ള ഒരു കാരണം എന്താ? രണ്ടാമത് തുടങ്ങാനുള്ള കാരണം പ്രധാനമായിട്ടും യൂട്യൂബിൽ ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് CCയുടെ നോട്ടിഫിക്കേഷൻ കണ്ടത്. HSTയുടെ നോട്ടിഫിക്കേഷൻ വരുന്നു. അന്നേരം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ലോങ് ടൈം കോഴ്സ് എടുത്ത് ചെയ്യാനുള്ള ടൈം ഇല്ല. അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു ക്രാഷ് കോഴ്സ് വല്ലതും ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ CCയുടെ ക്രാഷ് കോഴ്സ് അപ്പോഴാണ് ഇങ്ങനെ ഒരു വിജ്ഞാപനം വന്നതും ഒക്കെ അറിഞ്ഞത്. അപ്പൊ അതിന് മുമ്പ് നടന്ന LP-UP ഒന്നും എഴുതിയില്ല? ഇല്ല, അതൊന്നും എഴുതിയിട്ടില്ല. LP-UP പോലും എഴുതിയിട്ടില്ല. ഓക്കെ. അപ്പൊ പൂർണ്ണമായിട്ടും PSC പഠനം വിട്ടു വളരെ യാദൃശ്ചികമായിട്ട് നോട്ടിഫിക്കേഷൻ കണ്ടു, നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് അപ്ലൈ ചെയ്തത് അല്ലെ? ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ആ 4 മാസത്തിലാണ് പഠിച്ചത്. അതിന് മുമ്പ് ഒരു തയ്യാറെടുപ്പുകളും നടത്തിയിട്ടില്ല? ഇല്ല. അപ്പൊ PSCയിൽ മാറി വന്ന പാറ്റേണുകളെ കുറിച്ചും ഇത്ര വർഷത്തിന് ശേഷമാണ് എഴുതിയത്, അതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു? എനിക്കൊന്നും അറിയില്ലായിരുന്നു. സിലബസ് ഉണ്ട് എന്നൊക്കെ അറിയാമായിരുന്നു? സിലബസ് ഉണ്ടെന്നുള്ളത് അറിയാമായിരുന്നു. പിന്നെ മാറി വരുന്ന പാറ്റേൺ ഞാൻ എഴുതുന്ന ടൈമിൽ ഉള്ള പാറ്റേൺ ആയിരുന്നില്ലല്ലോ. അതിനുശേഷം PSC പുതിയ നിർദ്ദേശങ്ങളൊക്കെ ഏകദേശം ഒരു 7-8 വർഷത്തോളം പരീക്ഷകളൊന്നും എഴുതിയില്ല. അപ്പൊ അതിനുശേഷമാണ് എഴുതിയത്. എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നോ റാങ്ക് ലിസ്റ്റിൽ വരുമെന്ന്? റാങ്ക് ലിസ്റ്റ് വരുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം എക്സാം ടഫായിരുന്നു. പിന്നെ പോരാത്തതിന് പിന്നെ ഞാൻ എന്നെ കൊണ്ട് എൻ്റെ പഠിത്തത്തിന്റെ ലെവൽ വെച്ച് ഞാൻ ഓർത്തു എനിക്ക് ഒരിക്കലും ഇത് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ ഏതെക്കാലം പഠിക്കാം, നമ്മൾ ചെയ്യുന്ന എത്രയും ചെയ്യുക, ബാക്കി ദൈവം തരുമെന്ന് പറയുന്നത് പോലെ ഞാൻ എൻ്റെ ഡ്യൂട്ടി ഒരുവിധമൊക്കെ ചെയ്തു. അതിന് ഫലം ദൈവം തന്നു. കുഞ്ഞിന് എത്ര പ്രായം ഉണ്ടായിരുന്നു? കുഞ്ഞിന് ആ ടൈമില് അവള് 8 മാസമായിരുന്നു എന്ന് തോന്നുന്നു. 8 മാസമായിരുന്നു. ഓക്കെ. അപ്പൊ ആ സമയത്തായിരുന്നു പഠനം? ആരെങ്കിലും ഉണ്ടായിരുന്നോ ഹെൽപ്പിന്? അതോ? ആരും ഇല്ലായിരുന്നു. അവളെ മടിയിൽ വെച്ചിട്ടാണ് ഞാൻ മിക്ക ലൈവും കണ്ടിട്ടുള്ളത്. ഞാൻ കൂടുതലും ലൈവ് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുമായിരുന്നു. കാരണം ലൈവിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വീണ്ടും റിവിഷൻ ചെയ്യേണ്ട കാര്യമില്ല. അത് കാരണം കൂടുതലും ഞാൻ ലൈവ് ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യുമായിരുന്നു, ഒന്നുപോലും വിടാതെ. പിന്നെ ഹസ്ബൻഡ് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. പുള്ളിക്കാരൻ ജോലി കഴിഞ്ഞിട്ട് വന്ന ഉടനെ കുഞ്ഞിനെ ഞാൻ കൈ കൊടുത്തിട്ട് ഞാൻ പഠിക്കാനിരിക്കുമായിരുന്നു. ഇപ്പൊ വേറെ PSC പരീക്ഷകളൊന്നും അതിനുശേഷമായാലും, ഇപ്പൊ HSA നോട്ടിഫിക്കേഷന് ശേഷമായാലും പരീക്ഷകൾ പിന്നെ എല്ലാ പരീക്ഷകളും എഴുതാറുണ്ടായിരുന്നോ? പിന്നീട് അതിന് ഇല്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെയൊക്കെ ആയിരുന്നപ്പം മാതൃഭൂമി അങ്ങനെയുള്ള മാസികകളൊക്കെ വാങ്ങിക്കുമായിരുന്നു. ഇപ്പൊ അത് അങ്ങനെയൊന്നും വലിയ
വാങ്ങിക്കുന്നില്ലാത്തത് കൊണ്ട് ഞാൻ UP-യുടെ പരീക്ഷയെ മാത്രമേ അറ്റൻഡ് ചെയ്തുള്ളൂ. പിന്നെ LDC ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടു. ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടു. ഇന്റർവ്യൂ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇന്റർവ്യൂ കുഴപ്പമില്ലായിരുന്നു, എളുപ്പമായിരുന്നു. PSC പറഞ്ഞ തികച്ചും ഒരു ഭാഗ്യമാണ് എന്ന് പറയുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. ഇപ്പം രേണുകയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാണോ? ഞാൻ അതിനെ ഒരിക്കലും അന്യായീകരിക്കുകയല്ല. PSC പഠനം ഒരിക്കലും ഒരു ഭാഗ്യമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വർക്കാണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. കാരണം നമ്മൾ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഒരു ലിസ്റ്റിൽ കയറുന്നത്. ലിസ്റ്റിൽ കയറിയാലും കാര്യമില്ല, കാരണം ആദ്യത്തെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സർവീസിൽ കയറാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ജസ്റ്റ് ലിസ്റ്റിൽ കയറി എന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം പാഠപുസ്തകങ്ങൾ ഓരോന്നായിട്ട് പഠിക്കാനുള്ള ടൈം എൻ്റെ മുന്നിലില്ലായിരുന്നു. ഒന്നാമത് തീരെ ചെറിയ കുട്ടിയായിരുന്നു. പിന്നെ വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ അതോടൊപ്പം ഞാൻ A to Z HSAയുടെ കാര്യത്തിൽ ആശ്രയിച്ചത് മൊത്തം CCയുടെ ലൈവ് ക്ലാസ്സുകൾ. CC എന്ത് പറയുന്നു അതെല്ലാം ഞാൻ അതേപടി ചെയ്തു. പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്നന്ന് സാറ് കുറേ മെസ്സേജ് ഇടും വാട്സപ്പിൽ, ഇന്ന് ഇത്ര ഭാഗം തീർക്കണമെന്ന്. ഞാനത് കുത്തിപ്പിടിച്ചിരുന്ന് എങ്ങനെയെങ്കിലും ഒക്കെ പഠിച്ചെടുക്കുമായിരുന്നു. അതാണ് എൻ്റെ ഈ റാങ്കിന്റെ പുറകിൽ എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ഷെഡ്യൂൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം അല്ലേ? ആ ഒരു ഷെഡ്യൂള് നമ്മൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പൊ ആ ഷെഡ്യൂൾ ഫോളോ ചെയ്ത് പാഠപുസ്തകങ്ങളൊക്കെ അതിന്റെ ഒപ്പം കവർ ചെയ്ത് പോയി. ഓക്കെ, എക്സാംസ് എല്ലാം എഴുതി നോക്കാറുണ്ടായിരുന്നോ? എക്സാംസ് എഴുതി നോക്കാൻ എനിക്ക് പറ്റാറില്ലായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കി വിടുമായിരുന്നു. കാരണം കുഞ്ഞുണ്ടായിരുന്നത് കാരണം അവളുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അതുകൊണ്ട് ആ ഒരു ഇതില് ജസ്റ്റ് എല്ലാം വായിച്ചു പോകുമായിരുന്നു. പിന്നെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്ത് നോക്കാറുണ്ടായിരുന്നു. എന്നാലും ഇഷ്ടം പോലെ നെഗറ്റീവ് വരുന്നുണ്ടായിരുന്നു ആ ടൈമിലൊക്കെ. അപ്പൊ ഞാൻ ഓർത്തു ഒരിക്കലും എനിക്ക് കിട്ടുകയില്ലെന്ന ഒരു നിരാശ എനിക്കുണ്ടായിരുന്നു. പിന്നെ എന്നാലും ഞാൻ എന്റെ പരമാവധി ശ്രമിച്ചു നോക്കി. നെഗറ്റീവ് മാർക്കുകൾ വരുമായിരുന്നു? നെഗറ്റീവ് മാർക്കുകൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്തുമായിരുന്നു? അതിനെ ഓവർകം ചെയ്തതെന്ന് പറഞ്ഞാൽ CC പറഞ്ഞ എല്ലാ സ്ട്രാറ്റജീസും ഞാൻ അനുസരിച്ചു. ടെൻഷൻ ഉണ്ടായിരുന്നോ പഠിക്കുന്ന സമയത്ത്? ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ബാക്കിയുള്ള കുട്ടികളുടെയൊക്കെ സ്കോറും എന്റെ സ്കോറും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ ഒത്തിരി ഡിസപ്പോയിന്റ് ആയിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റ് വരുമ്പോ പരീക്ഷ ഉണ്ടായിരുന്നല്ലോ. CCയിലെ ഓരോ പരീക്ഷയ്ക്കും ഞങ്ങൾ റാങ്ക് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യും. CCയുടെ ഓരോ പരീക്ഷയിലും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്കൊരിക്കലും ഇതിനകത്ത് എത്തിപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. 4 മാസക്കാലം എന്തെല്ലാം കാര്യങ്ങൾ മാറ്റിവെച്ചു പഠനത്തിന് വേണ്ടി? ഇപ്പൊ ചിലർ പറയും ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ, അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ മാറ്റി വെക്കേണ്ടി വരിക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഞാൻ മാറ്റി വെക്കേണ്ടതായിട്ട് വന്നില്ല. കാരണം ചെറിയ കുഞ്ഞാണ്, അവൾക്ക് ഹോസ്പിറ്റലിലായിട്ട് പോകേണ്ട ടൈമില് ഞാൻ വെളിയിൽ ഇറങ്ങുമായിരുന്നു. പിന്നെ വീട്ടിലെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും എല്ലാം നടത്തിയിട്ട് തന്നെയാണ് ഞാൻ പഠിക്കാനായിട്ട് ഇരുന്നത്. പിന്നെ സോഷ്യൽ മീഡിയ ആയിട്ട് ഒരു സമ്പർക്കവും ഇല്ലായിരുന്നു. അത് ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമായിട്ടാണോ അതോ? ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നല്ല സ്വാഭാവികമായിട്ടും ഇല്ല. എന്നാലും പിന്നെ ആ ഒരു പരീക്ഷയും കൂടെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നോക്കാറേ ഇല്ലായിരുന്നു. പിന്നെ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബില് ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് മാത്രമേ നോക്കാറുണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു പരീക്ഷയ്ക്ക് ഇന്ന കാര്യങ്ങളും കൂടി ചെയ്തിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി റാങ്കിലേക്ക് മുന്നോട്ട് വരുമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളുണ്ടോ? ഞാൻ എല്ലാവരും പറയുന്ന പോലെ കുത്തിയിരുന്ന് പഠിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് CCയുടെ ലൈവ് ക്ലാസ് ആണ് ഞാൻ കൂടുതലും അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. മിക്ക ലൈവുകളും എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനതൊരു പഠിക്കാനായിട്ട് ഞാൻ പിന്നെ മെനക്കെട്ടിട്ടില്ല. കാരണം അതേപോലെ നമുക്ക് വിശദീകരിച്ച് തരുമായിരുന്നു. ജോഗ്രഫി ആയിരുന്നെങ്കിലും എന്തൊക്കെയായിരുന്നെങ്കിലും നിഖിൽ സാറ്. എന്തൊക്കെയാണ് ഭാവിയിലെ സ്വപ്നങ്ങൾ? ഈ ഒരു ജോലി ഇപ്പം ഞങ്ങളിവിടെ വന്നു, നമുക്ക് ശരിക്കും അറിയാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഇനി നേടാനിരിക്കുന്ന ഒരാളാണ് അല്ലെ. ഈ ഒരു ജോലി എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പൊ എന്തൊക്കെയാണ് സ്വപ്നങ്ങൾ ഇനി അങ്ങോട്ട്? എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്, പിന്നെ മോളെ നന്നായിട്ട് പഠിപ്പിക്കുക, അത് രണ്ടേ ഉള്ളൂ. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ കുറച്ച് ഹെൽപ്പ് ചെയ്യണം അവിടെ അച്ഛനെ അല്ലേ. ഇന്റർവ്യൂ എങ്ങനെയുണ്ടായിരുന്നു? ഇന്റർവ്യൂ ഒരുവിധം കുഴപ്പമില്ലായിരുന്നു. ഇച്ചിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു PSC ബോർഡ് അംഗങ്ങൾ ചോദിച്ചത്. ഞാൻ ഹിസ്റ്ററി ആയതുകൊണ്ട്
കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നത് ഹിസ്റ്റോറിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ്. ഇപ്പം സ്കൂളിൽ ജോയിൻ ചെയ്താൽ ഇങ്ങനെ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ ഇപ്പോഴത്തെ ഒരു പഠന സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ രേണുക പഠിച്ച ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് കുട്ടികൾക്കായിട്ട് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ഒരു ടീച്ചർ എന്ന നിലയിൽ ചെയ്യണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സമൂഹത്തിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടൊരു പൊസിഷനാണ് ഒരു അധ്യാപിക എന്ന് പറയുന്നത്, അല്ലെ? അതൊരു ഗവൺമെന്റ് സ്കൂൾ അധ്യാപിക എന്ന് പറയുന്നത് ഭയങ്കര ഒരു അഭിമാനിക്കാവുന്ന ഒരു പൊസിഷനാണ്. അപ്പൊ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാനൊരു സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് ആ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യും? കുട്ടികൾക്ക് വേണ്ടി ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ പഠിപ്പിക്കുന്നത് അവർക്ക് മാക്സിമം യൂസ് ആകാൻ വേണ്ടി നമ്മളെ കൊണ്ട് എത്ര എഫേർട്ട് എടുക്കാൻ പറ്റുമോ അത് നമ്മുടെ മാക്സിമം നമ്മൾ ചെയ്തു കൊടുക്കാനായിട്ട് ആ ഉള്ളൊരു തീരുമാനം എൻ്റെ ഭാഗത്തു നിന്ന് എന്നും ഉണ്ടായിരിക്കും. അതൊക്കെ ഉള്ളൂ എനിക്ക്. ശരിക്കും 5 വർഷത്തെ പഠിപ്പിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അല്ലേ? അതെ. ആ ഒരു എക്സ്പീരിയൻസ് ഇന്റർവ്യൂവിന് ഹെൽപ്ഫുൾ ആയിരുന്നോ? അത് അങ്ങനെ വലിയ ഹെൽപ്ഫുൾ ഒന്നും ആയിരുന്നില്ല. ഞാൻ അവിടെ പ്രൈമറി സെക്ഷനും UP സെക്ഷനുമാണ് ഞാൻ വിജയവാഡയിൽ കൈകാര്യം കൂടുതൽ ചെയ്തിരുന്നത്. ഹൈസ്കൂൾ സെക്ഷൻ ഒന്നും ആയിരുന്നില്ല. പിന്നെ അതോടൊപ്പം അവിടെ CBSE സിലബസ് ആയിരുന്നു, നമ്മുടെ സ്റ്റേറ്റ് സിലബസ് ആയിരുന്നില്ല. പിന്നെ ഇന്റർവ്യൂവിലാണെങ്കിലും ഞാൻ കൂടുതൽ നോക്കിയത് CCയുടെ നോട്ടുകളൊക്കെ തന്നെ ആയിരുന്നു. എൻ്റെ കയ്യിൽ നോട്ടുകളൊക്കെ ലെക്ചർ നോട്ട് എഴുതിയത് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഞാൻ ഭൂരിഭാഗവും നോക്കിയത്. കാരണം അതിനായിട്ട് ആ ടൈമിൽ തന്നെ വേറെ പാഠപുസ്തകങ്ങൾ പഠിക്കാനോ കുട്ടികളുടെ അടുത്ത് പോകാനോ വാങ്ങിക്കാനോ ഉള്ള ടൈമൊന്നും എൻ്റെ മുന്നിൽ ഇല്ലായിരുന്നു. ഈ ഒരു 20 മാർക്ക് നമ്മളുടെ ജനറൽ പേപ്പർ, അതിന് എത്രത്തോളം സമയം സ്പെൻഡ് ചെയ്തു? അല്ലെങ്കിൽ അത് പഠിക്കുന്നതിൽ ഇപ്പൊ സോഷ്യൽ സയൻസ് ആയതുകൊണ്ട് ഒരുപാട് ഭാഗങ്ങൾ അതിൽ എടുത്ത് പഠിക്കേണ്ടതായിട്ടില്ല അല്ലേ? എന്നാലും അത് പഠിക്കുമ്പോൾ വന്നാൽ അല്ലെങ്കിൽ ആ ഒരു 20 മാർക്കിനേക്ക് വേണ്ടി എത്രത്തോളം എഫേർട്ട് ഇട്ടിരുന്നു? 2012 B.Ed കഴിഞ്ഞത്. ടീച്ചിങ് മെത്തഡോളജി എല്ലാം നല്ലോണം മാറിയിട്ടുണ്ട് അല്ലേ? അപ്പൊ അവിടെ എല്ലാം എന്ത് എഫേർട്ടാണ് ഇടേണ്ടി വന്നിട്ടുള്ളത്? കൂടുതലും സൈക്കോളജി മെത്തഡോളജി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏറെക്കുറെ ഭാഗങ്ങളൊക്കെ നോട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. CC നിന്നുള്ള നോട്ടുകളാണ് ലെക്ചർ നോട്ട്. CC പറഞ്ഞു തരുന്നതെല്ലാം ഞാൻ ലെക്ചർ നോട്ടുകളായിട്ട് ചെറിയ ചെറിയ ഷോർട്ട് നോട്ടുകളായിട്ട് എഴുതിയെടുത്തിട്ട് പിന്നീട് അത് ഞാൻ തന്നെ ഉരുവിട്ട് അത് മെമ്മറിയിൽ എലാബറേറ്റ് ചെയ്ത് അങ്ങനെയായിരുന്നു എൻ്റെ പഠനം. റിവൈസ് ചെയ്യുമായിരുന്നു. അല്ലാതെ അതിനായിട്ട് സ്പെഷ്യൽ കോച്ചിങ്ങിനോ ഒന്നിനും ഞാൻ പോയിട്ടില്ല ഇന്റർവ്യൂവിന്. അപ്പോൾ ഒരു സക്സസ്ഫുൾ കാൻഡിഡേറ്റ് എന്ന നിലയിൽ ഇപ്പൊ പഠിക്കാൻ തുടങ്ങുന്ന ഒരുപാട് കുട്ടികൾ പഠിച്ചു തുടങ്ങി അടുത്ത HSAക്ക് വേണ്ടിയിട്ട്, അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഇപ്പോഴേ പഠിച്ചു തുടങ്ങണോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് കുട്ടികളും ഉണ്ട്. അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ വിരലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 തരമാണ്. അതുപോലെയാണ്. ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാകും, അവർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. പക്ഷെ ചിലർക്ക് ലോങ് ടൈം തന്നെ കോഴ്സ് എടുത്ത് പഠിക്കുന്നതായിരിക്കും ഉത്തമം. ടെൻഷൻ ഇല്ലാതെ പഠിക്കാൻ പറ്റും. അന്നന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ അന്നന്ന് പഠിച്ചു തീർത്താൽ അത്രയും നല്ലതാണ്. CCയോടൊപ്പമുള്ള യാത്ര എങ്ങനെ പറയാം? CCയോടുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ എന്നോട് ചോദിച്ചത് ആശ്രമത്തിനെ കുറിച്ചിട്ടാണ് അല്ലെ? ഏറ്റവും കൂടുതൽ കാണണം എന്ന് പറഞ്ഞത് ആശ്രമത്തിനെ കുറിച്ചാണ്. അപ്പം ഈ ഒരു HSAയിൽ തന്നെയാണോ നമ്മളെ അറിയുന്നത് അതോ? അതെ, ഞാൻ HSAയിൽ ആയിട്ടാണ് അറിയുന്നത്. പിന്നെ നമ്മൾ ആകെ ടെൻഷൻ അടിച്ച് ഇതായിട്ടിരിക്കുമ്പോൾ ആശാമിസ് വരും പറയാനായിട്ട്, ഓരോ മെസ്സേജ് വിട്ട് വരും. അപ്പോൾ നമുക്ക് ഒരു സമാധാനം, നമ്മളെ ആശ്വസിപ്പിക്കാൻ ഒരാളുണ്ട്, നമ്മുടെ വാക്കുകൾ കേൾക്കാൻ ഒരാളുണ്ട്. ആ ഒരു ഇതാണ് എനിക്ക് ആശാമിസിനോട് ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഒരു ദിവസം എറണാകുളത്തേക്ക് ഇറങ്ങാം, മിസ്സിനെ കാണാം. ഇപ്പം CCയോടൊപ്പമുള്ള യാത്ര സുഗമമായിരുന്നു. ആ ഒരു റിസൾട്ട് കോട്ടയം, ഞാൻ നേരത്തെ ഇതിനു മുമ്പ് ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, കോട്ടയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ സയൻസിൽ ഭയങ്കര സന്തോഷം തന്നൊരു റാങ്ക് ലിസ്റ്റ് ആണ്. കാരണം 1, 7, 11 അങ്ങനെ 22 പേരുടെ ചെറിയ റാങ്ക് ലിസ്റ്റിൽ തന്നെ ഏകദേശം 4 പേരോളം CCയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം ഭയങ്കര ഒരു സന്തോഷവും അഭിമാനവുമാണ് HSA സോഷ്യൽ സയൻസ് കോട്ടയം ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതില് നമ്മുടെ രേണുകയും ഉണ്ട്. അപ്പം ഒരുപാട് സന്തോഷം ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചിലവ്. നല്ല മഴയാണ് ഇവിടെ, ഞങ്ങൾ വന്നിട്ട് കുറേ നേരമായി. മഴ ഇങ്ങനെ മാറട്ടെ, ഭയങ്കര സൗണ്ടാണ് അല്ലെ? അപ്പൊ ഇന്ന് LD എക്സാമും ഉണ്ടായിരുന്നു. അടുത്ത LD എക്സാമിന് ഒരു ഇൻവിജിലേറ്റർ ആയിട്ട് തന്റെ പരീക്ഷയിൽ സ്കൂളിൽ നിൽക്കാൻ പറ്റട്ടെ അല്ലേ? താങ്ക് യു മിസ്സേ. അപ്പൊ ഒരുപാട് സന്തോഷം. ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.